പാടിമടുത്ത മലയാള പാട്ടുകൾക്കിടയിൽ പെട്ടെന്നാണ് വേടൻ എന്ന ഒരു പാട്ടുകാരൻ പ്രസിദ്ധനായത്. വേടന്റെ വരികളുടെ മൂർച്ച ഇവിടെ പലർക്കും സഹിക്കുന്നില്ല. വരേണ്യത്തിന്റെ മൂർത്തിമത് ഭാവത്തിൽ നിന്ന് ഒരു കാലം നമ്മുടെ നാടിനെ തകർത്തവർ ഇന്ന് അതിൻ്റെ ഗതകാല സ്മരണകൾ ഓർത്തു അയവിറക്കുന്ന ഈ സമയത്ത് വേടനെ പോലുള്ള ഒരു ഗായകൻ അതിനെ അനുസ്മരിച്ച് പാടുമ്പോൾ അവർ ഭയക്കുന്നു, നന്നായി ഭയക്കുന്നു. പുറമെ നിന്ന് നോക്കിയാൽ മനസ്സിലാക്കാത്ത വരേണ്യ വർഗത്തിൻ്റെ ആ അതിർവരമ്പുകൾ അവൻ സ്വന്തം ജീവിത അനുഭവങ്ങൾ കൊണ്ട് തീച്ചൂളലിട്ട് ചുട്ടു പഴുപ്പിച്ച് ചമ്മട്ടി കൊണ്ടടിച്ച് പഴുപ്പിച്ച വാക്കുകൾ സമൂഹത്തിൽ നിരത്തുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കാതെ വിമർശിക്കുന്നവരൊക്കെ പഴയ തമ്പ്രാക്കന്മാരുടെ കാലഘട്ടത്തിലെ പിന്മുറക്കാർ എന്ന് നിസ്സംശയം പറയാം. കാരണം അവരുടെ ഉള്ളിൽ ജാതീയത ഉണ്ട്. അതുകൊണ്ടാണ് അവർ വേടൻ്റെ വാക്കിനെ, വരികളെ ഭയപ്പെടുന്നത്. ഒരു റാപ്പർ എന്ന നിലയിൽ സമ്പൂർണ്ണ വിജയമാണ് ആ ചെറുപ്പക്കാരൻ്റെത്. അവൻ്റെ ആ കലാചാതുര്യത്തെ നമ്മൾ സമരസത്തോടു കൂടി ഉൾക്കൊള്ളുന്നതിന് പകരം അതിലുള്ള വിഭാഗീയതമായ ഒരു ചിന്താഗതി ആണെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവനെതിരെ പോരാട്ടം നടത്താൻ ശ്രമിക്കുന്ന ഇന്നത്തെ പഴയ തലമുറകളുടെ പിൻപറ്റക്കാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്. പുത്തൻ തലമുറ വേടനൊപ്പമാണ്, അവൻ്റെ പാട്ടുകൾക്കൊപ്പമാണ്. അത് മറക്കണ്ട. അവനെ സ്നേഹിക്കുന്ന, അവൻ്റെ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന ഒരു പുതുതലമുറ ഇവിടെ ജന്മം കൊണ്ടിട്ടുണ്ട്. അതിൻ്റെ ആരവം കണ്ട് ഭയപ്പെടുന്ന ഈ പഴയ തമ്പ്രാക്കന്മാരുടെ പിന്മുറക്കാർ ഒരു കാര്യം ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. വേടൻ പറയുന്നത് പോലെ ഒരു പാട്ടുകാരൻ രാഷ്ട്രീയം പറയുന്നതല്ല, മറിച്ച് ഒരു രാഷ്ട്രീയക്കാരൻ പാടുന്നതാണത്. വേടന് വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്, വ്യക്തമായ നിലപാടുണ്ട്. അങ്ങനെയുള്ള ഒരു പാട്ടുകാരന് സമൂഹത്തിലുള്ള ജീർണതകളെ കുറിച്ച് പറയേണ്ടി വരും. അത് സ്വാഭാവികമാണ്, അത് ഉൾക്കൊള്ളണം. ഈ അവസരത്തിൽ നമുക്ക് വേടനോട് പറയാനുള്ളത് ഒന്ന് മാത്രം: തളരരുത്, നീ പാടും. നിന്റെ തലയിൽ മുളയ്ക്കുന്ന, നിന്റെ മനസ്സിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നീ വെട്ടിത്തുറന്ന് പറയൂ. നിന്നെ കേൾക്കാൻ ഞങ്ങളുണ്ട്, ഞങ്ങളുടെ പ്രിയ യുവാക്കളുണ്ട്. ഞങ്ങൾ നിനക്കെന്നും സപ്പോർട്ടായിട്ടുണ്ട്. തീയിൽ കുരുത്ത നിനക്ക് വെയിലേറ്റ് വാടാനാകുമോ? ഇല്ല. നിന്റെ ഓരോ വാക്കുകൾ പോലും തീ കൊണ്ട് പുല്ലിംഗങ്ങൾ വരുന്നതാണ്. അങ്ങനെയുള്ള നിനക്കൊരു തളർച്ച ഉണ്ടാകുമെന്ന് നമുക്ക് തോന്നുന്നില്ല. നവോത്ഥാനം പറയുന്ന പലർക്കും നേരിടേണ്ടി വന്ന തിക്ത അനുഭവങ്ങൾ നിന്റെ മുമ്പിൽ പാഠമായി ഉണ്ട് വേട. ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് നീ ഇനിയും ഈ നാടിനെ നവോത്ഥാനത്തിലേക്ക്, ഉയർച്ചയിലേക്ക് നീണാൽ നയിക്കപ്പെടട്ടെ. നിന്റെ വാക്കുകൾ ഉയരട്ടെ. വേടന് നമസ്കാരം.